സർ, ഈ പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ-തോയ്ബ എന്ന ഭീകര സംഘടനയുടെ സ്ഥാപകൻ ഹാഫിസ് സെയ്ദുമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും അതുപോലെ തന്നെ അന്നത്തെ UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധിയും ദൂതന്മാർ വഴി ബന്ധപ്പെട്ടിരുന്നു എന്നൊരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതിയിൽ യാസിൻ മാലിക് എന്ന കാശ്മീർ വിഘടനവാദി നേതാവ്, പഴയ ജമ്മു ആൻഡ് കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് JKLF-ൻ്റെ തലവൻ കൂടിയായ യാസിൻ മാലിക് നൽകിയ ഒരു സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇതിൻ്റെ തെളിവുകളുണ്ടെന്നും അദ്ദേഹം പറയുന്നു. എന്തിനാണ് നമ്മുടെ പ്രധാനമന്ത്രിയും ഈ പറയുന്നത് പോലെ അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷയും UPA ചെയർപേഴ്സണും ഒക്കെ ആയിരുന്ന ഈ സോണിയയും ഒക്കെ ഇത്തരത്തിൽ ദൂതന്മാരെ ഈ പാക് ഭീകര സംഘടനയുടെ തലവനുമായിട്ട് സംസാരിക്കാൻ വിട്ടത്? തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. കാരണം ഒരു സമാധാന ചർച്ചയ്ക്ക് യാസിൻ മാലിക്കിനെ പോലുള്ള ഒരു ദൂതനെ, ഒരു തീവ്രവാദിയെ തന്നെ ദൂതനായിട്ട് വിടുന്നു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു തരത്തിലും അതിന് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അതിനകത്ത് ഒരുപാട് ദുഷ്പ്രവർത്തികൾ അവർക്ക് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഭീകരവാദിയെ നമ്മൾ സമാധാനത്തിൻ്റെ ദൂതനായിട്ട് എങ്ങനെ അയക്കും? അത് മറ്റൊരു ഭീകരവാദിയായ ഹാഫിസ് സെയ്ദിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഉദ്ദേശിച്ചതിൻ്റെ വിരുദ്ധമായ ഫലങ്ങളാണ് ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത് സത്യമാണ്. ഇത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നുള്ളത് പറയേണ്ടത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ഒക്കെയാണ്. പക്ഷേ മൻമോഹൻ സിംഗ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. ഇനി പറയാൻ കഴിയുന്നത് സോണിയാഗാന്ധിക്ക് മാത്രമായിരിക്കും. പക്ഷേ അത് കേന്ദ്ര IB ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ NIA ഒക്കെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ അവരിൽ നിന്ന് പോലും കിട്ടുകയുള്ളൂ. അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, യാസിൻ മാലിക്കിനെ വീണ്ടും ചോദ്യം ചെയ്യുക, അയാളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, ഇവയെല്ലാം കോർത്തിണക്കി ചോദിച്ചാൽ ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാവുള്ളൂ. നമുക്കൊരു ഉദാഹരണം മനസ്സിലാക്കാം. ഈ 2005-2006 യാസിൻ മാലിക്കിനെ ഇതുപോലെ തന്നെ ഹാഫിസ് സെയ്ദിനുമായി ചർച്ചയ്ക്ക് വിട്ട് പാകിസ്ഥാനിലേക്ക് വിട്ടെങ്കിൽ ആ ചർച്ച കഴിഞ്ഞ് ഏതാണ്ട് 1.5 വർഷത്തിനകം, 2 വർഷം ആകുന്നതിന് മുമ്പായിട്ട് മുംബൈ ആക്രമണം നടക്കുകയാണ്. 2008 മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മുഴുവൻ ആസൂത്രണം, മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ആസിഫ് സെയ്ദ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി? ഇവര് നടത്തിയത് സമാധാന ചർച്ചയാണോ അതോ മറ്റെന്തെങ്കിലും അട്ടിമറിയാണോ? ഈ സംശയങ്ങളൊക്കെ ഉയരുകയാണ്. ആ സംശയങ്ങൾ ഉയരുന്നതിന് വേറെ കാരണങ്ങളുണ്ട്. 2008 ശേഷം പിന്നീട് നടന്ന വിവിധ ശ്രമങ്ങൾ, അതായത് പാകിസ്ഥാനെ ആക്രമിക്കുന്നത്. കാരണം നമ്മുടെ ടൗൺ എന്ന് പറഞ്ഞാൽ വെറും ടൗൺ അല്ലല്ലോ, നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ധനകാര്യ കേന്ദ്രം എന്ന് പറയുന്ന മുംബൈയുടെ ആ കണ്ണായ സ്ഥലത്ത് ആസ്ഥാനത്ത് കയറി ഏതാണ്ട് 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ നടത്തുക. എന്നിട്ട് 180ഓളം ആൾക്കാരെ കൊല്ലുന്നു. അതിൽ 22ഓളം വിദേശികൾ എല്ലാം വരുന്നു. അങ്ങനെ ഇന്ത്യയെ നടുക്കിയ, ലോകത്തെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ പാകിസ്ഥാനോട് ഒരു ശക്തമായ പ്രതികരണം പോലും നടത്തിയില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എന്താണ് ചെയ്തിരുന്നത്? സമാധാന പ്രിയനായ മൻമോഹൻ സിംഗ് എന്താണ് ചെയ്തിരുന്നത്? അന്നത്തെ ചെയർപേഴ്സണായിരുന്ന സോണിയാഗാന്ധി എന്താണ്, UPA ചെയർപേഴ്സണായിരുന്ന സോണിയാഗാന്ധി എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയാണ്. ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ പിന്നീട് പലപ്പോഴും വന്നിട്ടുണ്ട്. അന്നത്തെ ആഭ്യന്തരമായിരുന്ന നമ്മുടെ പ്രണാബ് മുഖർജി, വിദേശകാര്യമന്ത്രിയായിരുന്ന പ്രണാബ് മുഖർജി ഇതുപോലെ അദ്ദേഹത്തിനോട് മുമ്പാകെ ഇത് ചർച്ചയ്ക്ക് വന്നു. അപ്പം നമ്മുടെ വിദേശ പ്രതിനിധികളടക്കം, വിദേശ അംബാസഡർമാരടക്കമുള്ളവർ അദ്ദേഹത്തിനോട് പറയുന്നത് നമുക്കിത് തിരിച്ചടിക്കണം. ഇത് തിരിച്ചടിക്കണമെന്ന് നമ്മുടെ പട്ടാള മേധാവിയും അദ്ദേഹത്തോട് പറയുകയാണ്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്ക് കേട്ടിട്ടുള്ളത് നമ്മുടെ 3 സേനാ തലവന്മാരും അതെ ഈ പ്രധാനമന്ത്രിയുടെ പുറകെ നടന്ന് യാചിച്ചു. കാരണം ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല, ഇത് നമുക്ക് ലാസ്റ്റ് ചാൻസ് ആണ്. നമ്മുടെ രാഷ്ട്രത്തിനകത്ത് കയറി, ഇത് നമ്മളെ ബോർഡറിൽ ഒരു അറ്റാക്ക് ഉണ്ടാകുന്ന പോലെ അല്ല, വളരെ മർമ്മപ്രധാനമായ സ്ഥലത്ത് കയറി 2 ദിവസം ഇന്ത്യയെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ഇന്റലിജൻസ് ഏജൻസികളെയും പട്ടാള മേധാവികളെയും ഇന്ത്യയിലെ സെക്യൂരിറ്റി സംവിധാനത്തെ മുഴുവൻ കീറി മുറിച്ചുകൊണ്ടൊരു ആക്രമണം നടത്തിയിട്ട് നമ്മൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ലോകം ചോദിക്കില്ലേ എന്ന് മൻമോഹൻ സിംഗിനോട് ചോദിച്ചു. മൻമോഹൻ സിംഗ് ആ ടർബനും വെച്ച് മിണ്ടാതെ ഇരുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വിദേശകാര്യമന്ത്രിയായിരുന്ന പ്രണാബ് കുമാർ മുഖർജിയോട് ചോദിച്ചപ്പോൾ ആ സംസാരം വന്നതും അദ്ദേഹം കണ്ണട ഊരി
പതുക്കെ തുടച്ചുകൊണ്ട് എണീറ്റ് പോയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എത്ര വലിയ കുറ്റമാണ് അന്നത്തെ ഗവൺമെൻറ് ചെയ്തതെന്ന് ആലോചിക്കുക. അന്ന് നമ്മൾ തിരിച്ചടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പിന്നീടുണ്ടായ പല ആക്രമണങ്ങളും നമുക്ക് തടക്കാൻ കഴിയുമായിരുന്നു. ആദ്യമായിട്ടൊരു നമ്മളൊരു പിന്നെ ഇത്തരം ഒരു സ്ട്രൈക്ക് നടത്തിയത് നമ്മൾ നരേന്ദ്രമോദിയാണ്. അതിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് ആദ്യമായിട്ട് നടത്തിയത് നരേന്ദ്രമോദിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവസാനം നടത്തിയതാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ. അന്ന് സാർ മറ്റൊരു കാര്യം നടന്നു. ഈ 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഹിന്ദുത്വ ഭീകരതയെന്നും കാവ്യ ഭീകരതയെന്നും ഒക്കെ പറഞ്ഞ് ഹിന്ദു സംഘടനകളെ പ്രതിസ്ഥാനത്ത് നിർത്താനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത്. അതെ, അത് പലരും പറയുന്നത് BJP അടക്കമുള്ള പിന്നെ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിലയ്ക്ക് നിർത്തുക. അന്ന് ശിവസേന അവിടെ ഉണ്ട്, ശിവസേനയും BJPയുടെ കൂടെയാണ്. അപ്പൊ ശിവസേന അടക്കമുള്ളവരുടെ വാടച്ചു കെട്ടുക, അവരെ പൂട്ടിക്കെട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്തത്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയെ കൊന്നു എന്നതുപോലെ മറ്റൊരു രണ്ടാം ഭീകരമായ ഒരു സംഗതി RSSന്റെയും BJP ചെയ്തു, ശിവസേന ചെയ്തു എന്നൊക്കെ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഇപ്പോൾ പറയുന്നുണ്ട്. അത് ഓരോ അതിന്റെ തെളിവുകൾ സഹിതമാണ് ഓരോന്ന് പുറത്തു വരുന്നത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് അന്ന് യാസിൻ മാലിക്കിനെ പാകിസ്ഥാനിലേക്ക് അയച്ചത് ഒരിക്കലും ശരിയായില്ലെന്ന് മാത്രമല്ല, പിന്നീട് വന്ന പല അനർത്ഥങ്ങൾക്കും തുടർ സംഭവങ്ങൾ അങ്ങനെയാണോ. അതായത് പൊളിറ്റിക്കലായിട്ടൊരു ഇഷ്യൂവിനെ നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് ആരുമായിട്ടാണ് നമ്മൾ ചർച്ച നടത്തേണ്ടത്? തീവ്രവാദികളുമായിട്ടല്ല. തീവ്രവാദികളെ ഇങ്ങനെ കയറൂരി വിടുന്ന അവിടുത്തെ മിലിറ്ററി, അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പൊളിറ്റിക്കൽ അവിടുത്തെ സർക്കാർ, അവരെ അല്ലേ നമ്മൾ പിടിക്കണ്ടേ? അല്ലാതെ താഴെ വെടിവെക്കാൻ പറയുമ്പോൾ വെടിവെക്കുന്നവനെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവൻ പിന്നെ നമ്മൾ ഇത്ര തീവ്രവാദികളെ കൊന്നു, വീണ്ടും തീവ്രവാദികൾ എന്താ വരുന്നത്? അതിന്റെ കാരണം അവിടെ അതിനുള്ള താവളമുണ്ട്. ഇപ്പോഴും നമ്മൾ കണ്ടില്ലേ, ഇപ്പം മുരിക്കയില് ബഹാവൽപൂരിലും അവര് വേൾഡ് ബാങ്കിൽ നിന്ന് കിട്ടിയ 1000 കോടി ഉപയോഗിച്ച് ഇവർക്കും കൂടെ കൊടുത്തുകൊണ്ട് അവിടെ വീണ്ടും ട്രെയിനിങ് സെന്റർ തുടങ്ങുകയാണ്. അപ്പൊ ഇനിയും നമ്മൾ മറ്റൊരു ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും നടത്തേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണോ പോകുന്നതെന്ന് വരെ നമ്മുടെ ആൾക്കാർക്ക് സംശയം വരികയാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്തവണത്തെ ബർത്ത്ഡേക്ക് ശേഷമുള്ള 75ാം പിറന്നാളിന് ശേഷമുള്ള പിറ്റേ ദിവസത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്, എവിടെയെങ്കിലും ഇനിയും ആക്രമണത്തിന് എന്തെങ്കിലും കരിക്കൂട്ടുന്നെങ്കിൽ അവരുടെ കുടുംബം വരെ നമ്മൾ തകർത്തിരിക്കും എന്ന് പറഞ്ഞു. കാരണം അത്തരത്തിൽ പല്ലിന് പല്ല് നഖത്തിന് നഖം എന്ന് പറഞ്ഞ് നിന്നില്ലെങ്കിൽ തീവ്രവാദികളെ നമുക്ക് നേരിടാൻ കഴിയില്ല. തീവ്രവാദികളെ എങ്ങനെ സമാധാനം കൊണ്ട് നേരിടുന്നത്? അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമല്ലേ ഒരു ലോജിക്കും ഇല്ല. അതെ, ഈ ഭീകരവാദിയുമായിട്ട് ചർച്ച നടത്തിയത് എന്തിനാണ്? മാത്രമല്ല ഇതിന്റെ ഫലം എന്തെന്നറിയാമോ? ഇത് ഭീകരവാദിയായ ഭിന്ദ്രൻവാലയ്ക്ക് കോംപ്രമൈസ് ചെയ്തതിന്റെ ഫലമാണ് ഇന്ദിരാഗാന്ധിയുടെ അടിവയറ്റിൽ അരിപ്പ പോലെ തുളച്ചു കയറുന്ന വിധത്തിൽ വെടിയുതിർത്തത്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. ആരാണോ ആരെ വളർത്തുന്നത്, ആരാണോ അവരുമായിട്ട് സമാധാനത്തിന് ചെല്ലുന്നത്, അവരെ അവർ തട്ടിയിരിക്കും. കാരണം തീവ്രവാദിയോട് എങ്ങനെയാണ് സമാധാനം പറയുന്നത്? ഭ്രാന്തനോട് നമ്മൾ ബുദ്ധി പറഞ്ഞാൽ നടക്കുമോ? അത് മതഭ്രാന്തൻ എന്ന് പറയുന്ന പോലെ ഇത് മതവും തീവ്രതയും വർഗീയതയും പിന്നെ ഒപ്പം വിഷലിപ്തമായ ഒരു അധികാര ഭ്രാന്തും പിന്നെ ആക്രമണ ഭ്രാന്തും കൂടെ ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിംഹത്തിനേക്കാളും പുലിയേക്കാളും ഒക്കെ അവരൊക്കെ വിശന്നിട്ടാണ് ആക്രമിക്കുന്നത്. ഇതങ്ങനെയല്ല. എല്ലാം തൃപ്തിപ്പെടുത്തിയിട്ടും വീണ്ടും ആക്രമിക്കുന്നത് യാതൊരു ലക്ഷ്യവുമില്ലാതെ, യാതൊരു ഉദ്ദേശവുമില്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ള വിധത്തിൽ ആക്രമിക്കുന്ന ഒരു സംഘത്തിനെതിരെ നമ്മൾ സമാധാന ചർച്ച നടത്തിയിട്ട് എന്താ കാര്യം? അവർക്ക് ഒന്നും അറിയില്ല. നമുക്ക് വെടി കിട്ടിയാൽ, നമ്മൾ തകർന്നാൽ, നമ്മുടെ കുടുംബം തകർന്നാൽ അത് മാത്രമേ അവർക്ക് ദുഃഖത്തിനുള്ള. 2022 യാസിൻ മാലിക് ശിക്ഷിക്കപ്പെട്ട് ദേശദ്രോഹ കുറ്റം തുടങ്ങിയ കാര്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. NIA അപ്പീൽ പോയിരിക്കുന്നു, ഇത് വധശിക്ഷയാക്കി മാറ്റണം എന്ന്. കാരണം കാശ്മീരിലെ 3 വ്യോമസേന ഉദ്യോഗസ്ഥരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ്. അതുകൊണ്ട് വന്നിട്ടില്ല. അതും കൂടെ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് ഇതിനെതിരെയാണ് ഈ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. അന്ന് അതായത് 2005-6 കാലഘട്ടത്ത് മൻമോഹൻ സിംഗ് തന്നെ ഈ യാസിൻ മാലിക് അവിടെ പോയി കണ്ട് തിരിച്ച് ഡൽഹിയിൽ വരുന്നു, മൻമോഹൻ സിംഗിനെ കാണുന്നു, ഒരുമിച്ച് പത്രങ്ങൾക്കെല്ലാം പടം കൊടുക്കുന്നു. അന്ന് മൻമോഹൻ സിംഗ് വിശേഷിപ്പിച്ചത് കാശ്മീരിലെ സമാധാനത്തിന്റെ പ്രവാചകൻ എന്നൊക്കെയാണ് ഈ യാസിൻ മാലിക്കിനെ, ഇതുപോലൊരു കുറ്റവാളിയെ അന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഈ കോൺഗ്രസിന്റെ നിലപാടും നയവും UPA സർക്കാരിന്റെ ശരിക്കു പറഞ്ഞാൽ അവരുടെ ഇക്കാര്യത്തിലുള്ള ഒരു എന്താ പറയുക, മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിലൊക്കെ വലിയ സംശയം തോന്നുകയാണ് നമുക്ക്.
ആ സംശയം കൊണ്ടാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളും നമുക്ക് POK നഷ്ടപ്പെട്ടത്. അങ്ങനെയല്ലേ? നമ്മുടെ 90,000 ചിലവാനും പട്ടാളക്കാരെ നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചു വെച്ചു. 97,000 പട്ടാളക്കാരെ പിടിച്ചു വെച്ചു. അത് നമ്മൾ വെറുതെ തിരിച്ചു വിടുകയല്ലേ ഇത്? അതിനു മുമ്പ് നമുക്ക് വെക്കേണ്ട കണ്ടീഷനുകൾ നമുക്ക് വെക്കാൻ കഴിഞ്ഞില്ലല്ലോ. അത് പാലിപ്പിക്കാൻ അവരെ കൊണ്ട് ഏതാണ്ട് 360ഓളം ഇന്ത്യൻ പട്ടാളക്കാർ അതുപോലെ സിന്ധുവിന്റെ നദീതലത്തിന്റെ കരാർ, ആ കരാറൊക്കെ നമുക്ക് ഏകപക്ഷീയമായിട്ട് നമ്മൾ വിട്ടുകൊടുത്തല്ലേ. ആ കരാറുകളൊക്കെ അങ്ങനെ നടത്തിക്കൊണ്ടല്ലേ നമ്മൾ ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവൻ. ബോർഡർ ഇഷ്യൂസ് നമ്മൾ പരിഹരിക്കാത്തത്, ചൈനയുമായിട്ടുള്ള ബോർഡർ ഇഷ്യൂസ് നമ്മൾ ഇന്നുവരെ പരിഹരിക്കാത്തത്. ഇപ്പം നരേന്ദ്രമോദിയാണ് ആദ്യമായിട്ട് ഈ 14-ന് ശേഷം ഇച്ഛാശക്തിയോടുകൂടി നമ്മുടെ ബോർഡർ പ്രശ്നം പരിഹരിച്ച് ഒക്കുമെന്ന് ചൈനയെ നിർബന്ധിച്ച് ചൈനയോട് ഏതാണ്ട് ഒരു ധാരണയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് കോൺഗ്രസിന്റെ കുത്തഴിഞ്ഞ രീതികൾ, അവരുടെ അമ്പേ പാളിപ്പോയി. അതിലൊക്കെ വേറെ ഒരുപാട് താല്പര്യങ്ങൾ വന്നിരുന്നു. അതാണ് ഈ പ്രശ്നം. അതായത് വ്യക്തി അധിഷ്ഠിതമായിട്ടാണ് അവർ എപ്പോഴും നോക്കിയത്. കുടുംബം, വ്യക്തി, പരിവാർ, വ്യക്തി. ഇപ്പൊ ഇന്ദിരാഗാന്ധി ആണെങ്കിലും വ്യക്തിപരമായിട്ടൊരു വലിയ കഴിവുള്ള നേതാവായിരുന്നു, സമർത്ഥയായിരുന്നു. പക്ഷേ അവർ വ്യക്തിയാധിഷ്ഠിതമായിട്ടാണ് പ്രവർത്തിച്ചത്. ഇവൻ രാജീവ് ഗാന്ധിയും കഴിവുള്ള ആളായിരുന്നു, പക്ഷേ വ്യക്തിയാധിഷ്ഠിതമായിട്ടാണ് പലതും പ്രവർത്തിച്ചത്. പക്ഷേ മൻമോഹൻ സിംഗും അതുപോലെ തന്നെയാണ്, മിടുക്കനായിരുന്നു. ധനകാര്യത്തിൽ നമ്മളെ ഉയർത്തിയത് അദ്ദേഹമാണ്. ആദ്യം കെട്ടുകിടന്ന ഒരു ധനകാര്യ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഉയർത്തി. പക്ഷേ അദ്ദേഹത്തിനും വിദേശ നയത്തിലും നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഒന്നും കഴിഞ്ഞില്ല. ആ പരിവാർ കുടുംബത്തിന്റെ ഏജന്റായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അതിന് മാറ്റം വന്നത് നമ്മുടെ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്ന് ഈ രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾ അദ്ദേഹം സംരക്ഷിക്കും. എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല, എനിക്ക് അമ്മയോട് പ്രത്യേക മമതയില്ല, എൻ്റെ കുടുംബത്തോട് മമതയില്ല, മറ്റൊന്നുമില്ല. എനിക്ക് ഒറ്റ താല്പര്യമേ ഈ രാഷ്ട്രം, ഈ രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധി, അതിന് വേണ്ട ഇത് കരുപ്പിടിപ്പിക്കുക. അതുകൊണ്ടാണ് 2014 10-ാം സ്ഥാനത്ത് ധനകാര്യ വിഷയത്തിൽ നമ്മൾ നിന്നിരുന്ന രാജ്യം 3-ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഈ മാറ്റം കോൺഗ്രസും BJPയും രണ്ടും എന്താണെന്നുള്ളതാണ് നമ്മളെ കാണിച്ചു തരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.